വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന് പാലുള്ളി നൽകിയിട്ടുള്ള സംഭാവന എന്ത്? പാലുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതിയൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവന നമുക്കെല്ലാവർക്കും മനസ്സിലാകും. 1964 പുഴക്കേട്ടേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. മത്സരിക്കാനായിട്ട് താല്പര്യമുണ്ടായിട്ടല്ല, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിനുണ്ടായൊരു തർക്കത്തിൽ പാലുള്ളി മത്സരിച്ച് കഴിഞ്ഞാൽ ആ തർക്കം അവസാനിക്കും എന്നുള്ളതുകൊണ്ട് പാർട്ടി തീരുമാനം അനുസരിക്കരുത്. നമുക്ക് 4, കോൺഗ്രസിന് 3, അങ്ങനെ പാലുള്ളി 1964 ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ആ കാലത്തെക്കുറിച്ച് പാലുള്ളി സഖാവ് തന്നെ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്. സഖാവിൻ്റെ വാക്കുകളിൽ 3300 രൂപയാണ് പഞ്ചായത്തിന് സർക്കാരിൽ നിന്ന് ഗ്രാൻഡ്. 3300. ഉദ്യോഗസ്ഥരായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റ് 2 ജീവനക്കാരും, അങ്ങനെ 3 പേര്. പാലുള്ളി ഒരാളെ കൂടി വേണം എന്ന് തീരുമാനിച്ചു. പക്ഷെ അയാളുടെ ശമ്പളം പാലുള്ളിയുടെയും മറ്റൊരു സഹകരിക്കുന്ന മെമ്പറുടെയും 10 കൊടുക്കേണ്ടി വന്നു. എന്താ ഇവരുടെ വലിയ പണി? നാട്ടിൽ വലിയ അംഗീകാരമുള്ളവരാണ്. അതുകൊണ്ട് മുഖ്യ പണി മധ്യസ്ഥതയാണ്. നാട്ടിലെ തർക്കങ്ങളൊക്കെ തീർപ്പേൽപ്പിക്കുന്ന ഒരു വേദിയാണ്. അല്ലെങ്കിൽ തടി കൊണ്ട് ഒരു പാലോ ഇട്ടുകൊടുക്കുക, അങ്ങനെയൊക്കെ. ഇന്നത്തെ പഞ്ചായത്ത് എന്താ? എല്ലാവിധ ഫണ്ടുകളും കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 15 കോടി മുതൽ 25 കോടി രൂപ വരെ വരുമാനമുള്ള പഞ്ചായത്തുകളുണ്ട്. നമ്മുടെ ഇൻറ്റേൺസ് തുടങ്ങിയവരെയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ശരാശരി 25 പേരുണ്ട്. സർക്കാരിൻ്റെ ഏറ്റവും നല്ല കീഴ്ത്തട്ടിൽ ആഫീസ് പഞ്ചായത്ത് ഓഫീസർ. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പഞ്ചായത്ത് ഓഫീസിലാണ്. ഇതാണ് ഒരു വലിയ മാറ്റം. സംസ്ഥാന സർക്കാരിനെ പോലെ കീഴ്ത്തട്ടിൽ ഒരു പ്രാദേശിക ഭരണകൂടം, അത് നമ്മൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അതിൽ പാലുള്ളിയുടെ തനതായൊരു സംഭാവന എന്താണ്? സാധാരണ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പറയാം. വികേന്ദ്രീകരണം അവനവനോളം വരെ, താഴേക്ക് ചിന്തിക്കത്തില്ല. സംസ്ഥാനത്തിന് അധികാരം വേണം, സംസ്ഥാനം താഴേക്ക് കൊടുക്കത്തില്ല. താഴത്തോട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവനവനോളമായിരുന്ന അധികാരം അവസാനത്തോളം എത്തിക്കാൻ ചുക്കാൻ പിടിച്ച ആളാണ് സാഹു പാലുള്ളി. ഇത് ജനകീയ ആസൂത്രണത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ അധികാരം
അതേത് മന്ത്രിസഭയാവട്ടെ, താഴെ കൊടുക്കുന്ന എല്ലാ മന്ത്രിമാരും അസ്വസ്ഥരാണ്. നല്ല മന്ത്രിമാരാണെങ്കിൽ കൂടുതൽ അസ്വസ്ഥരാകും. കാരണം അവർക്ക് ഉറപ്പുണ്ട് അവർ തെറ്റ് ചെയ്യില്ല. ഇനി താഴെ കൊടുത്തിട്ട് ഈ അധികാരം ആരെങ്കിലും ദുർവിനിയോഗം ചെയ്താലോ എന്നുള്ള ആശങ്കയാണ്. പക്ഷേ പാലുടിയുടെ പ്രവർത്തനം നേർവിപരീതമാണ്. എങ്ങനെ? അന്ന് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ അത് സമൂലമായിട്ട് നായനാർ സർക്കാരിൻ്റെ മന്ത്രിസഭ തിരുത്തി ഭേദഗതി ചെയ്തു. എന്താ ഭേദഗതിയുടെ സത്ത? അധികാരം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർക്കാരിൽ നിന്ന് എടുത്ത് താഴ്ത്തു കൊടുക്കല. ഉദാഹരണത്തിന് അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ മാറ്റമില്ലാത്ത ഒന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനത്തെ സർക്കാർ പിടിച്ചുവിടാം. അത് അധികാരം മാറ്റി. എത്ര പണം നൽകണം? അത് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ ഡിസ്ക്രിഷനാണ്. എന്തെങ്കിലും പണം പഞ്ചായത്തിന് വേണോ, മന്ത്രിയെ കാണണം പറയണോ, അദ്ദേഹത്തിന് ഡിസ്ക്രിഷൻ അത്ര കൊടുക്കണമെന്നുള്ളത്. അത് മാറ്റി മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കി പൂർണ്ണമായിട്ട്. ചിലര് അന്ന് പറഞ്ഞു, മന്ത്രിക്ക് 100% അങ്ങനെ കൊടുക്കണോ, 75% അങ്ങനെ കൊടുക്കുക, താഴേക്ക് ഒരു 25% മന്ത്രിയുടെ കയ്യിൽ സൂക്ഷിക്കുക, മന്ത്രിക്കൊരു വിവേചനാധികാരം വേണ്ട. പാല് പറഞ്ഞു, വേണ്ട, അങ്ങനെ മന്ത്രിക്കൊരു പ്രത്യേക അധികാരം വേണ്ട. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വകുപ്പിൻ്റെ രാജല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രാജാണ്. എന്നു മാത്രമല്ല, സർക്കാരല്ല ഗ്രാന്റ് കൊടുക്കുന്നത്, നിയമസഭയാണ് തീരുമാനിക്കുന്നത്. ചെറിയ കാര്യമല്ല, സർക്കാർ ഓർഡർ വഴി കൊടുക്കുന്നതല്ലത്. നിയമസഭ ബഡ്ജറ്റിൽ അനുബന്ധ 4 എന്ന് പറയുന്ന പ്രത്യേക രേഖ വഴി ഓരോ പഞ്ചായത്തിനും എത്ര തുകയാണെന്ന് അംഗീകരിക്കുകയാണ്. നടപടിയെടുക്കണം. ഓംബുഡ്സ്മാൻ ഉണ്ടാക്കി, അവർ വഴിയേ നടപടിയുള്ളൂ. ഇതുപോലെ ആ ഭേദഗതികൾ മുഴുവൻ നോക്കിയാൽ അതിൻ്റെ സത്തയെന്ന് പറയുന്നത് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേലുള്ള സ്വേച്ഛാപരമായ അധികാരങ്ങളൊക്കെ ഒന്നൊന്നില്ലാതാക്കല. അത് പുറത്തുനിന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ല, മന്ത്രി തീരുമാനിക്കണമെന്ന്. അങ്ങനെ തീരുമാനമെടുത്ത കേരളത്തിൽ വിപ്ലവകരമായ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പുരോഗമനപരമായ അധികാര വികേന്ദ്രീകരണ നിയമത്തെ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത് പാലുളിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാലുളി എന്താ പ്രതീക്ഷിച്ചത്? പാലുളി പിന്നീടൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇത് അവരുടെയും കൂടിയാണെന്ന് ബാക്കി പല മന്ത്രിമാർക്കും തോന്നൂല. അങ്ങനെയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും കേരളത്തിലെ മാറി മാറി വന്ന മന്ത്രിസഭകളുടെ മന്ത്രിമാരുടെ പൊതുവികാരം, ഞങ്ങളുടെ വകുപ്പ് കീഴ്ത്തട്ട് വരെ ഞങ്ങൾ തന്നെ ഭരിക്കണം എന്നുള്ളത്. ഇരട്ട നിയന്ത്രണം. പഞ്ചായത്തും നിയന്ത്രിക്കും, മുകളിൽ നിന്ന് അവരുടെ വകുപ്പ് നിയന്ത്രിക്കും. അത് കൃഷിഭവനായാലും ആരോഗ്യ കേന്ദ്രമായാലും സ്കൂളായാലും. ചെറിയ തർക്കമല്ലട്ടാ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ളൂ. എനിക്കറിഞ്ഞൂടാ, പാലുളി എഴുതിയിട്ടുണ്ട്, അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, 7 വട്ടം മുഖ്യമന്ത്രി യോഗം വിളിക്കേണ്ടി വന്നു. ഞാൻ ആ ഉദ്ധരണിയെ അങ്ങനെ തന്നെ വായിക്കാം. വകുപ്പുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെത്തിക്കാനുള്ള നീക്കത്തെ അന്ന് ഉദ്യോഗസ്ഥർ തുടർച്ചയായി എതിർത്തു. സർക്കാർ തീരുമാനങ്ങൾ അംഗീകരിക്കും,
എന്നാൽ ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊടുക്കില്ല. തോന്നിയതുപോലെ ആഫീസിലെത്തുന്നു, ചോദിക്കാനും പാടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ മോശം സ്ഥലമെന്നായിരുന്നു വിചാരം. സഹികെട്ട സന്ദർഭങ്ങൾ ഉണ്ടായെങ്കിലും സമവായത്തിൻ്റെ പാതയിൽ നീങ്ങി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 7 തവണ ചർച്ച നടത്തിയോടെ കുറച്ച് മാറ്റമുണ്ടായി. പാർട്ടിയും ശക്തമായ നിലപാടെടുത്തു. ഇന്നും ആ ഫൈറ്റ് തുടരുകയാണ്. കാലം കഴിയുന്തോറും ഈ വാശിയുണ്ടല്ലോ, സാബ് പാലൊളി പറയുന്ന ഈ വാക്കുകളിലെ വാശി അത് കുറഞ്ഞു വരികയാണ്. എനിക്ക് സാബ് പാലൊളിയോടൊപ്പം 2 വട്ടം സഹപ്രവർത്തകനായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒന്ന് ജനകീയ ആസൂത്രണ കാലത്ത് ജനകീയ ആസൂത്രണത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിലെ ചുമതലക്കാരെന്നുള്ളതിൽ വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിച്ചു. ചെറിയൊരു പ്രവർത്തനമായിരുന്നില്ലത്. ഞാൻ പറയാണ്, വേറൊരു മന്ത്രിയായിരുന്നെങ്കിൽ എങ്ങനെ നടക്കുമെന്ന് സംശയമാണ്. കാരണം പരിപൂർണ സ്വാതന്ത്ര്യം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ നടത്തിയത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. സംസ്ഥാന തലത്തിൽ 500 പേർക്ക് പരിശീലനം, അവരെ കൊണ്ട് ജില്ലാതലത്തിൽ ഒരു 10,000 പേർക്ക്, പഞ്ചായത്ത് തലത്തിൽ 100,000 പേർക്ക് അതിനുള്ള സാമഗ്രികൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വട്ടമിൽ നിന്ന് 7 വട്ടം ആസൂത്രണത്തിൻ്റെ ഓരോ പടവിന് മുമ്പും ഈ പരിശീലനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ഈ പരിശീലനങ്ങൾ മാത്രമല്ല, അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇറക്കിയ ആ ഒരൊറ്റ വർഷം കൊണ്ട് ഇറക്കിയ ഉത്തരവുകൾ 7 വാല്യം വരും. ഉത്തരവിറക്കണമെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും മന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട് ഉത്തരവിറക്കാം. സെക്രട്ടറി, ഫയല്, മന്ത്രി, ഇത്രയും പ്രാവശ്യം ഫയൽ വഴി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഉത്തരവ് പോലും ഇറങ്ങുമോ? പലപ്പോഴും റാറ്റിഫിക്കേഷനാണ്. ഒരു തവണ പോലും തൻ്റെ അധികാരം ആരോ കൈവച്ചു എന്നുള്ള ഒരു കെറിവും പാലൊളി പ്രകടിപ്പിച്ചിട്ടില്ല. ഇതാണ് അനുഭവം. കുടുംബശ്രീ രൂപീകരിക്കാനുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴ CDS മാതൃക ഉണ്ടായിരുന്നു. ഇവിടെ ഈ മലപ്പുറത്ത് സാക്ഷരത കഴിഞ്ഞപ്പോൾ ഒരു സ്വയം സഹായ സംഘ പ്രസ്ഥാനം വന്നു. ഇതിലേതൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ള തർക്കമുള്ളതുകൊണ്ടൊരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. ഒന്ന് പറയാം, പല കുരുക്കുകളും അഴിക്കുന്നതിന് തീരുമാനമെടുത്തത് സാബ് പാലൊളിയാണ്. ഒന്ന്, എല്ലാവരും ആവശ്യം നോക്കിയിരുന്നത് മലപ്പുറമാണ്. മലപ്പുറം എന്താ മോഡൽ? ഗ്രാമപഞ്ചായത്ത് CDS, പിന്നെ ബ്ലോക്ക് തല CDS, പിന്നെ അതിൻ്റെ മുകളിൽ ജില്ലാതലം. ഇപ്പം സംസ്ഥാന തലത്തിലേക്കും കൊണ്ടുപോകാം. അത് വേണ്ട. പഞ്ചായത്തിന് മുകളിൽ ഒരു സമിതിയായിട്ട് പോകണ്ട, പഞ്ചായത്തിന് കീഴ്പ്പെട്ട്. ചെറിയ തീരുമാനമല്ല കേട്ടോ.